ഹായ് ഓൾ, നമുക്ക് സ്റ്റെയർ കേസിൻ്റെ പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ: ഡിസൈൻ എ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ് ഫോർ ആൻ ഓഫീസ് ബിൽഡിംഗ് ഇൻ എ റൂം മെഷറിംഗ് 3 meter by 6 meter. Clear dimensions. Floor to floor height is 3.5 meter. The building is a public building liable to overcrowding. Stairs are supported on brick walls 230 mm thick at the end of landings. Use M20 concrete and Fe415 steel. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ് ആണ്. ഓക്കെ, ഫോർ ആൻ ഓഫീസ് ബിൽഡിംഗ്. ഓക്കെ, ഒരു ഓഫീസ് ബിൽഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ആ സ്റ്റെയർ കേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റൂമിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, 3 meter by 6 meter, 3 meter വീതിയും 6 meter നീളമുള്ള റൂമിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു റൂമിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, 3 meter by 6 meter എന്ന് പറയുന്ന ക്ലിയർ ഡയമെൻഷൻസ് ആണ്. ഓക്കെ, ഇന്നർ ഡയമെൻഷനാണ് 3 meter by 6 meter എന്ന് പറയുന്നത്. ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഈസ് 3.5 meter. ഓക്കെ, അതായത് ആ ഒരു റൂമിൻ്റെ ഹൈറ്റ്, അതായത് ആ റൂമിൻ്റെ ഫ്ലോറിൽ നിന്ന് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ ടോപ്പിലുള്ള ആ സ്ലാബിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ആ ഹൈറ്റാണ് 3.5 meter. ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 meter ആണെന്നാണ് ഇപ്പം തന്നിരിക്കുന്നത്. ഓക്കെ, ദ ബിൽഡിംഗ് ഈസ് എ പബ്ലിക് ബിൽഡിംഗ് ലയബിൾ ടു ഓവർ ക്രൗഡിങ്. അപ്പോൾ ഇത് ഒരു പബ്ലിക് ബിൽഡിംഗ് ആണ് തന്നു. പബ്ലിക് ബിൽഡിംഗ് ആകുമ്പം അല്ലെങ്കിൽ ഓവർ ക്രൗഡിങ് വരുന്ന കേസാണെങ്കിൽ അവിടെ നമ്മൾ ലൈവ് ലോഡ് എടുക്കേണ്ടത് 5 kN/m² ആണ്. ഓക്കെ, ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, ഓവർ ക്രൗഡിങ് വരുന്നില്ലാത്ത കേസാണെങ്കിൽ അവിടെ 3 kN/m² എന്നുള്ളത് നമുക്ക് ലൈവ് ലോഡ് എടുക്കാം. അപ്പോൾ ഇവിടെ ഓവർ ക്രൗഡിങ് വരുന്നുണ്ട്, പബ്ലിക് ബിൽഡിംഗ് ആണ്, 5 kN/m² എന്ന് നമുക്ക് ലൈവ് ലോഡ് അസ്യൂം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് തന്നതിൻ്റെ കാര്യം അതാണ്. Stairs are supported on brick walls 230 mm thick at the end of landing. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ 3 കേസാണ് മെയിനായിട്ട് സ്റ്റെയർസിന് വരുന്നത്. ഓക്കെ, അതായത് സപ്പോർട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. ഒന്ന്, ഈ റൈസറിനും, അതായത് ഫസ്റ്റ് റൈസറിനും ലാസ്റ്റ് റൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് ലാൻഡിങ് ബീംസ് വരാം. ഓക്കെ, ആ ലാൻഡിങ് ബീം സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സ്റ്റെയർസ് ഉണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് ലാൻഡിങ് സ്ലാബ്സ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സ്റ്റെയർസ് ഉണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റ് ലാൻഡിങ് സ്ലാബിലേക്കാണ് കയറി നിൽക്കുന്നത്, എന്നിട്ട് ലാൻഡിങ് സ്ലാബിൻ്റെ സൈഡ്സിലാണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, G+X+Y എന്നുള്ളതാണ്. അപ്പോൾ എക്സും വൈ എന്ന് പറയുന്നത് ആ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫാണ്. ഓക്കെ, രണ്ട് സൈഡിലുള്ള ലാൻഡിങ്ങിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫാണ് എക്സും വൈയും എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു കേസ് നമ്മൾ പഠിച്ചത് ഈ ലാൻഡിങ് സ്ലാബും ആ സ്റ്റേയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ സ്പാൻ ചെയ്തിട്ട് ആ ലാൻഡിങ് സ്ലാബിൻ്റെ ഔട്ടർ എഡ്ജിൽ സപ്പോർട്ട് ചെയ്യുന്ന കേസ്. ഓക്കെ, അങ്ങനെ 3 കേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കേസാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റേഴ്സ് ആർ സപ്പോർട്ടഡ് ഓൺ ബ്രിക്ക് വാൾസ് 230 mm thick അറ്റ് ദ എൻഡ് ഓഫ് ദ ലാൻഡിങ്സ്. ഓക്കെ, അപ്പം ബ്രിക്ക് വാളിൽ 230 mm തിക്കായിട്ടുള്ള ബ്രിക്ക് വാളിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാൻഡിങ്ങിൻ്റെ എൻഡിലേക്ക്. ഓക്കെ, എൻഡ് ഓഫ് ലാൻഡിങ്സ്. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് ലാൻഡിങ്സ് എന്ന് പറയുമ്പോൾ ലാൻഡിങ്ങിൻ്റെ എൻഡ്, അതായത് ഇപ്പം ഫ്ലൈറ്റും അതുപോലെ ആ ലാൻഡിങ് സ്ലാബൊക്കെ ഒന്നിച്ചാണ് ആക്ട് ചെയ്യുന്നത്, ഒറ്റ ഒരു സ്പാനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്ത് സപ്പോർട്ട് വരുന്ന കേസ്, ആ സപ്പോർട്ടിൻ്റെ വിഡ്ത്താണ് 230 mm. അതായത് നമ്മൾ മുന്നേ നോക്കിയത് പ്രകാരം വരുന്ന തേർഡ് കേസാണ്. ഓക്കെ, ഞാൻ ആ ഫിഗർ കാണിക്കാം. യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. ഓക്കെ, FCK എന്ന് പറയുന്നത് 20 Nm/mm² ആണ്. FY എന്ന് പറയുന്നത് 415 Nm/mm² ആണ്. ഓക്കെ, സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടീഷൻ വരുന്നത് ഇതാണ്. ഓക്കെ, ഫിഗർ ഇതുപോലെ ആയിരിക്കും വരിക. അതായത് ലാൻഡിങ്ങിൻ്റെ എൻഡിൽ, ഓക്കെ, ലാൻഡിങ്ങിൻ്റെ എൻഡിൽ 230 mm തിക്കുള്ള വോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതായത് ഫ്ലൈറ്റും ലാൻഡിങ് ഒക്കെ ഒറ്റ സ്പാനിൽ ഉൾപ്പെടുന്നതായിട്ടാണ് വരിക. ഓക്കെ, സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ലാൻഡിങ്ങിൻ്റെ എൻഡിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ എൻഡിൽ വരുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലാൻഡിങ് സ്ലാബിലേക്കാണ് സ്പാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ G+X+Y എന്നുള്ളതാണ്. ഇപ്പം ബീമിലേക്കാണ് സ്പാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ, ആ രണ്ട് ബീമും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. റൈസ് എത്രയാണോ ട്രെഡ് എത്രയാണോ അങ്ങനത്തെ ഒരു കാര്യവും നമുക്ക് തന്നിട്ടില്ല. നമ്പർ ഓഫ് സ്റ്റെപ്സോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. എല്ലാം നമ്മൾ തന്നെ അസ്യൂം ചെയ്ത് വേണ്ടുന്നതായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓൾറെഡി എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ടാവും. റൈസ് ഇത്ര, ട്രെഡ് ഇത്ര, ലാൻഡിങ്ങിൻ്റെ വിടുത്ത് ഇത്ര, അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കയറിയാൽ മതി. പക്ഷേ ഈ ഒരു കേസിൽ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റൈസും ട്രെഡും അതുപോലെ വേണ്ടുന്നതായിട്ടുള്ള ഡയമെൻഷൻസൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇപ്പം തന്നിരിക്കുന്ന 3 മീറ്റർ ബൈ 6 മീറ്റർ റൂമിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഏറ്റവും നമ്മളെ കയ്യിൽ ആകെ ഇപ്പോൾ റൂം സൈസ് മാത്രമേ ഉള്ളൂ, 3 മീറ്റർ ബൈ 6 മീറ്റർ എന്ന് പറയുന്ന റൂം സൈസിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഗിവൺ ഡാറ്റ എഴുതാം. Given data, length of the room is equal to 6 meter, width of the room equal to 3 meter. ഓക്കെ, റൂമിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എഴുതി. 3 മീറ്റർ വിഡ്ത്താണ്, ലെങ്ത്ത് 6 മീറ്റർ ആണ്. ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ്, അതായത് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഴ്സ് ഉപയോഗിച്ച് കവർ ചെയ്യേണ്ടത് ഈ 3.5 മീറ്റർ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ലൈവ് ലോഡ് എന്ന് പറയുന്നത് 5 kN/m² ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ 5 kN/m² എന്ന് തന്നിട്ടില്ല, എന്നാൽ പബ്ലിക് ബിൽഡിംഗ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് വരുന്ന കേസുമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൈവ് ലോഡ് 5 kN/m² ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. വാൾ തിക്നെസ്, ഓക്കെ, അതായത് സപ്പോർട്ട് ചെയ്യുന്ന വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 230 mm ആണ്. FCK 20 N/mm², FI 415 N/mm². ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്റ്റെയർ കേസിനെ ആ റൂമിൻ്റെ അകത്തേക്ക് പ്രൊപ്പോർഷനും ചെയ്ത് വെക്കണം. ആ റൂമിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ അതിൻ്റെ ലാൻഡിങ്ങിൻ്റെ വിടുത്തും സ്റ്റെപ്പിൻ്റെ വിടുത്തും റൈസും ട്രെഡും എത്രയാണെന്നും എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ആ റൂമിൻ്റെ സൈസും അതുപോലെ തന്നെ ആ ഫ്ലോറിൻ്റെ ഹൈറ്റൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് അസ്യൂം ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഈ ഡീറ്റെയിൽസ് ഒന്നും അധികം തരാത്ത പ്രോബ്ലത്തിൽ, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും അധികം തരാത്ത ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സ്റ്റെയർ കേസ് റൂമിനെ, അല്ലെങ്കിൽ ഈ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള റൂമിനെ ഒന്ന് നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 പ്രൊപ്പോർഷനിങ് ഓഫ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് സ്റ്റെയർ കേസ്. ഓക്കെ, അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അകത്ത് വരുന്ന ഓരോ കമ്പോണൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു സ്റ്റെപ്പാണിത്. അപ്പോൾ നമ്മളോട് ഇവിടെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസാണ്. ഓക്കെ, അപ്പോൾ ഡോഗ് ലെഗ് സ്റ്റെയർ കേസിൽ എത്ര ഫ്ലൈറ്റ്സ് ഉണ്ടാവും? 2 ഫ്ലൈറ്റ്സ് അല്ലേ, 2 ഡയറക്ഷനിൽ. ഒന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അടുത്ത റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. അങ്ങനെ 2 ഫ്ലൈറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് 3.5 മീറ്റർ ആ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇപ്പം ഈ ഫ്ലോറിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലോറിലേക്കുള്ള ഹൈറ്റ്, ഓക്കെ, ആ റൂമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആസ് ദർ വിൽ ബി 2 ഫ്ലൈറ്റ്സ്, ഈച്ച് ഫ്ലൈറ്റ് വിൽ ഹാവ് എ ഹൈറ്റ് ഓഫ് 3.50 ഡിവൈഡ് ബൈ 2. അപ്പം ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ് 2 ഫ്ലൈറ്റ് ആണുള്ളത്. അപ്പം നമ്മൾ ഈ 3.5 മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റിന് 2 ഫ്ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഓരോ ഫ്ലൈറ്റിൻ്റെയും ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3.50 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് കിട്ടും. ഓക്കെ, അതായത് ഡോഗ് ലെഗ് സ്റ്റെയർ കേസിൽ 2 ഫ്ലൈറ്റ് ആണുള്ളത്. ആ റൂമിൻ്റെ ടോട്ടൽ ഹൈറ്റ്, നെക്സ്റ്റ് ഫ്ലോറിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. അപ്പോൾ 2 ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 മീറ്റർ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് കിട്ടി 1.75. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്താൽ മതിയല്ലോ. കാരണം അനദർ ഫ്ലൈറ്റ്, രണ്ടാമത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റിന് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ രണ്ടിലും ഒരേപോലത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് സൈസും എല്ലാം കാര്യങ്ങളും ഒരുപോലെ വരുന്നത് കൊണ്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഫ്ലൈറ്റ് അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 1.75 മീറ്റർ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഒരു ഫ്ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെയർ നമുക്ക് സ്റ്റെയറിലെ ഒരു ഫ്ലൈറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റും സെയിം ആസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റൈസ് അസ്യൂം ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.75 ആണ് ഒരു ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര
റൈസ് വേണ്ടി വരും എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം റൈസ് അസ്യൂം ചെയ്യാം. അപ്പോൾ റൈസ് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് ഉണ്ട് റൈസിന് അല്ലേ. അതായത് ഇപ്പോൾ നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ റൈസ് എന്ന് പറയുന്നത് 150 mm to 180 mm ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് 15 cm മുതൽ 18 cm വരെയാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ പബ്ലിക് ബിൽഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് 120 mm മുതൽ 150 mm വരെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, 120 mm to 150 mm ആണ് നമ്മൾ റെസിഡൻഷ്യൽ പബ്ലിക് ബിൽഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പബ്ലിക് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 150 mm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, പബ്ലിക് ബിൽഡിംഗ് മീൻസ് അതായത് ഓവർ ക്രൗഡിങ് വരുന്ന കേസ്. ഓക്കെ, അപ്പം 150 mm നമുക്കിവിടെ അസ്യൂം ചെയ്യാം. അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എത്ര റൈസ് വേണമെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അസ്യൂമിങ് ഹൈറ്റ് ഓഫ് റൈസ് ആസ് 150 mm അസ്യൂം ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് റൈസ് എന്ന് പറയുന്നത് ടോട്ടൽ 1.75 മീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഒരു ഫ്ലൈറ്റിൻ്റെത്. അപ്പോൾ 1.75 മീറ്ററിലാണ് ഇൻറ്റു 10⁻³ ചെയ്താൽ mmലായി ഡിവൈഡഡ് ബൈ 150 ഒരു റൈസിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11.667 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് 12 നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം റൈസ്. ഓക്കെ, അതായത് ഈ ഒരു ഹൈറ്റ് കവർ ചെയ്യാൻ 12 നമ്പേഴ്സ് റൈസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ട്രെഡ് എത്രയായിരിക്കും? റൈസ് 12 ആണെങ്കിൽ ട്രെഡ് എപ്പോഴും റൈസിനേക്കാൾ ഒന്ന് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഒരു സ്റ്റെപ്പ് വരച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ആ സ്റ്റെപ്പിൻ്റെ റൈസിൻ്റെ നമ്പേഴ്സിനേക്കാളും ഒന്ന് കുറവായിരിക്കും ട്രെഡ് വരിക. ഓക്കെ, ഈ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഈ ഫിഗറിൽ ആ താഴെയുള്ള ഫ്ലൈറ്റ് നോക്കിക്കോ, അതിൽ എത്ര റൈസ് ഉണ്ട്? റൈസ് ഒന്ന് എണ്ണിക്കോ. 1 2 3 3 റൈസ് കാണാം അല്ലേ. അതായത് അതിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് അല്ലേ 3 റൈസ് വരുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റിൽ. എന്നാൽ നമ്പർ ഓഫ് ട്രെഡ് നോക്കിക്കോളൂ. 1 2 മൂന്നാമത്തെ ലാൻഡിങ് ആണല്ലേ. അപ്പോൾ ട്രെഡ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര എണ്ണമാണ് വരുന്നത്? 2 ട്രെഡാണ് വരുന്നത്. റൈസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ റൈസിൻ്റെ നമ്പർ 3 ആൻഡ് ട്രെഡ് നമ്പർ 1. അപ്പോൾ അതായത് ട്രെഡ് നമ്പർ 2. അതായത് റൈസ് നമ്പർ, അതായത് നമ്പർ ഓഫ് റൈസ് -1 ആണ് നമ്പർ ഓഫ് ട്രെഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് റൈസ് നിന്ന് നമുക്ക് 1 കുറച്ചിട്ട് നമ്പർ ഓഫ് ട്രെഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 ആണ്. അപ്പോൾ 12 - 1 ആയിരിക്കും നമ്പർ ഓഫ് ട്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, so number of tread is equal to number of rice -1, that is 12 - 1 is equal to 11 numbers. ഇനി നമുക്ക് ട്രെഡിൻ്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് ആ ഒരു ഗോയിങ് എത്രയുണ്ടെന്നുള്ള ആ ഗോയിങ്ങിൻ്റെ ലെങ്ത്, അതായത് സ്റ്റെപ്സിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റിൽ 11 ട്രെഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ആ ലെങ്ത്ത് വരുന്നത്, ഡയമെൻഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് ടോട്ടൽ ഇപ്പം 6 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ സ്റ്റെപ്സിൻ്റെ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റെപ്പ് വരുന്ന പോർഷൻ്റെ ലെങ്ത്ത് എത്രയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രെഡിൻ്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യാം. അസ്യൂം വിഡ്ത്ത് ഓഫ് ട്രെഡ് ഈസ് ഈക്വൽ ടു 300 mm. ഓക്കെ, അതായത് ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് സൈസുകളുണ്ട് അല്ലേ. അതായത് നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ നമുക്ക് 200 to 300 നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ അത് പബ്ലിക് ബിൽഡിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 250 to 300 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക് ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് 300 mm തന്നെ അസ്യൂം ചെയ്യാം. അപ്പോൾ 300 അസ്യൂം ചെയ്തു. അപ്പോൾ ലെങ്ത് ഓഫ് ഗോയിങ് എന്ന് പറയുന്നത്, ഓക്കെ, ലെങ്ത് ഓഫ് ഗോയിങ് അല്ലെങ്കിൽ ഗോയിങ്, അതായത് G എത്രയായിരിക്കും വരിക? ഓക്കെ, അതായത് 11 ട്രെഡാണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ 11 സ്റ്റെപ്സാണുള്ളത്. ആ 11 സ്റ്റെപ്സിൽ ആ 11 സ്റ്റെപ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ആ ട്രെഡ് 300 mm ആണെങ്കിൽ 11 × 300 എന്നുള്ളതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 3300 mm, ദാറ്റ് ഈസ് 3.3 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് വൈസിലുള്ള ഒരു ഡയമെൻഷൻ നമുക്കിപ്പം കിട്ടി. 6 മീറ്ററിൽ ഇൻക്ലൂഡ് ആവുന്നൊരു ഡയമെൻഷൻ നമുക്ക് കിട്ടി 3.3 മീറ്റർ, അതായത് ഗോയിങ്ങിൻ്റെ ലെങ്ത്. ഓക്കെ, ഇനി 2 സൈഡിലും ലാൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, 2 സൈഡിൽ ലാൻഡിങ്ങിൻ്റെ ആ ഒരു വിഡ്ത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 മീറ്റർ അവിടെ അവൈലബിൾ ആണ്. അതിൽ 3.3 എന്ന് പറയുന്ന സ്റ്റെപ്സ് വരുന്ന പോർഷൻ പോയി. ഇനി ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് 6 - 3.3 ചെയ്ത് കഴിഞ്ഞാൽ 2.7 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ 2.7 മീറ്റേഴ്സിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് 2 സൈഡിലും ലാൻഡിങ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ടോട്ടൽ ലെങ്ത് അവൈലബിൾ ഈസ് ഈക്വൽ ടു 6 മീറ്റർ ആണ്. ഓക്കെ, ലെങ്ത് അവൈലബിൾ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ഈച്ച് ലാൻഡിങ് എന്ന് പറയുന്നത്
6 minus 3.3/2 that is 1.35 meter ആണ്. that is equal to 1350 mm. ഓക്കെ, ഇനി അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അതായത് ഇപ്പം ഒരു സൈഡിൽ വരുന്ന ലാൻഡിങ് 1350 mm, അത് കഴിഞ്ഞ് വരുന്നത് സ്റ്റെപ്സിൻ്റെ പോർഷനാണ്. അപ്പം ലെങ്ത് ഓഫ് ഗോയിങ് എന്ന് പറയുന്നത് 3300 mm, ബാക്കി 6 മീറ്ററിൽ ബാക്കിയുള്ളത് 1350 ആണ് ലാസ്റ്റ് ആ ലാൻഡിങ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വിഡ്ത്തിൻ്റെ ഡയറക്ഷനിലും കൂടി കാര്യങ്ങളൊന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് അവൈലബിൾ, അപ്പോൾ അവിടെ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ഓക്കെ, ഓക്കെ, അവിടെ ആ വിഡ്ത്ത് അവൈലബിൾ ആയിട്ടുള്ളത് 3 മീറ്ററാണ്. അപ്പോൾ ആ ടോട്ടൽ 3 മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ഫ്ലൈറ്റാണുള്ളത് അല്ലേ, അപ്പോൾ 2 ഫ്ലൈറ്റിൻ്റെ വിഡ്ത്തും ഈ ഒരു 3 മീറ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള 2 ഫ്ലൈറ്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പം ഗ്യാപ്പൊന്നും ഇല്ലാതെ നമ്മൾ ആ 3 മീറ്ററിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1.5 മീറ്റർ 1.5 മീറ്റർ എന്ന് വരും. ഓക്കെ, അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ എടുത്തുന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗ്യാപ്പ് വിട്ടിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഒരു ചെറിയൊരു ഗ്യാപ്പ്, അതായത് ഇപ്പം 1.5 കൊടുത്തു കഴിഞ്ഞാൽ 2 ആക്കിയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ നമുക്കവിടെ സൈസ് വരും. എന്നാൽ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് 1.45 എന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 1.4 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നടുക്കൊരു 200 ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ 1.35 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. മാക്സിമം ഒരു 1.3 വരെയൊക്കെ പോയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് 1.35 എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ 1.4 1.45 ഒക്കെ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വിഡ്ത്ത് ഓഫ് ഈച്ച് ഫ്ലൈറ്റ് എന്നുള്ളത് 1.35 എന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അസ്യൂം വിഡ്ത്ത് ഓഫ് ഈച്ച് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 1.35 മീറ്റർ. അപ്പോൾ ഈ 2 ഫ്ലൈറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര വരും, ഒരു ഫ്ലൈറ്റിൻ്റെ 1.35. അപ്പോൾ 2 ഫ്ലൈറ്റിൻ്റെ എന്ന് പറയുമ്പോൾ 1.35 × 2, അതായത് 2.7 മീറ്റേഴ്സ്. അപ്പോൾ 3 മീറ്ററാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂമിൻ്റെ അടുത്ത്. അപ്പോൾ 3 മൈനസ് 2.7 എന്ന് പറയുമ്പോൾ 300 mm ആണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ്. ഓക്കെ, അതായത് ഓരോ ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ്, 2 ഫ്ലൈറ്റിൻ്റെ ഇടയിൽ വരുന്ന ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് 300 mm ആണ്, അല്ലെങ്കിൽ 0.3 മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ ദ 2 ഫ്ലൈറ്റ്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 × 1.35 ദാറ്റ് ഈസ് 0.3 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 mm. അപ്പോൾ നമുക്ക് ലെങ്ത് വൈസിലും ഓക്കെ, അതുപോലെ ആ റൂമിൻ്റെ വിഡ്ത്തിൻ്റെ ഡയറക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അസ്യൂം ചെയ്ത് എല്ലാത്തിൻ്റെ സൈസും എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളിപ്പം കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഫിഗർ ഇങ്ങനെയാണ് വരിക. ആ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 മീറ്റർ, അതായത് 6000 mm ബൈ 3000 mm ആണ്. അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡിലായിട്ട്, ഓക്കെ, ലാൻഡിങ്ങിൻ്റെ എൻഡിലായിട്ട് 230 mm തിക്നെസ് വരുന്ന വോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6000 ബൈ 3000 എന്നുള്ളതാണ്, അതായത് 6 മീറ്റർ ബൈ 3 മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലെങ്ത്ത് വൈസ് നോക്കുമ്പോൾ ടോട്ടൽ 6 മീറ്ററിൽ നമ്മൾ ആ നടുക്ക് വരുന്ന ഗോയിങ് 11 സ്റ്റെപ്സ് വരുന്നുണ്ട്. 11 സ്റ്റെപ്സ്, അതായത് 11 × 300, അതായത് 3300 mm എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരുന്നു. അത് നടുക്കത്തെ പോർഷൻ ഉണ്ട്. ഈ 2 സൈഡിലും ലാൻഡിങ് വരുമ്പോൾ 1350 ആണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് വൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക. അതേപോലെ വിഡ്ത്ത് വൈസ് നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ വിഡ്ത്ത് 1350 ആണ്. ഇപ്പോൾ 2 ഫ്ലൈറ്റ് വരും, അപ്പോൾ 2700 mm വന്നു. ഇനി അതിൻ്റെ നടുക്ക് ഗ്യാപ്പ് 300 mm അല്ലേ, അല്ലെങ്കിൽ 0.3 മീറ്റർ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫിഗർ വരിക. നമ്മൾ ആ 6 മീറ്റർ 3 മീറ്റർ ബൈ 6 മീറ്റർ റൂമിനെ കറക്റ്റായിട്ട് പ്രൊപ്പോർഷൻ ചെയ്തു. ഓക്കെ, അതായത് അതിൻ്റെ ലെങ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്ത് 1350, 3300 ഗോയിങ്, അടുത്ത ലാൻഡിങ് 1350, 6 അവിടെ ഓക്കെ ആയി. അതുപോലെ വിഡ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ 1350 ഒരു ഫ്ലൈറ്റിൻ്റെ വിഡ്ത്ത് 300 mm, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ വിഡ്ത്ത് 1350, അങ്ങനെ ടോട്ടൽ 3 മീറ്റർ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊപ്പോർഷനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്നുള്ള ഒന്നും കൂടി നിങ്ങൾ വേണമെങ്കിൽ കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ കാണാതെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നും തരാതെ ഇപ്പോൾ ഒരു റൂമിൻ്റെ സൈസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രൊപ്പോർഷനിങ് വെച്ച് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ മെയിനായിട്ട് വരുന്നത്, അതായത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ മെയിനായിട്ട് വരുന്നത് 1 വേ സ്ലാബിൻ്റെ ഡിസൈനും സിമിലർ ആയിട്ടാണ് പല കാര്യങ്ങളും.
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 കേസസ് പറഞ്ഞിരുന്നു സപ്പോർട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കേസ് 3 വരുന്നതാണ് അല്ലേ, അതായത് ആ ലാൻഡിങ്ങിൻ്റെ എൻഡിൽ, ഓക്കെ, ലാൻഡിങ്ങിൻ്റെ ഔട്ടർ എൻഡ് അല്ലെങ്കിൽ ഔട്ടർ എഡ്ജ് അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ എൻഡിൽ സപ്പോർട്ട് വരുന്ന കേസാണ്. അതായത് ഈ ഫ്ലൈറ്റും അതുപോലെ തന്നെ ലാൻഡിംഗ് ഒക്കെ ഒരൊറ്റ സ്പാനിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണിത്. അപ്പോൾ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാൾസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ എത്രയാണ് വരിക? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാൾസ്. അപ്പോൾ വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 230 ആണ്. ഓക്കെ, ഇൻസൈഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 6000 ആണ്. അപ്പോൾ നമുക്ക് 6000 പ്ലസ് 0.23 അല്ലെങ്കിൽ 6000 പ്ലസ് 230/2 പ്ലസ് 230/2 അല്ലെങ്കിൽ 6 മീറ്റർ, 6 പ്ലസ് 0.23/2 പ്ലസ് 0.23/2 ഓക്കെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് L=6 പ്ലസ് 0.23/2 പ്ലസ് 0.23/2 ദാറ്റ് ഈസ് 6.23 മീറ്റർ. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സ്പാൻ ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടി. സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് വെയ്റ്റ് സ്ലാബ് ആണ്. ഓക്കെ, ആ വെയ്റ്റ് സ്ലാബിൻ്റെ ലാൻഡിങ് സ്ലാബിൻ്റെ ഒക്കെ തിക്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ലാബിൽ ചെയ്യുന്നത് പോലെ തന്നെ, 1 വേ സ്ലാബിൽ ചെയ്യുന്ന പോലെ തന്നെ എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ലെറ്റർ D = L/25 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സ്പാൻ 6230 mm ആണ്. ഓക്കെ, അതായത് 6.23 മീറ്റർ. ഓക്കെ, അതിന് 6230 mm ആണ്. ഡിവൈഡ് ബൈ 25, L/25 എത്രയാണ് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ 249.2 mm എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതിനെ ഞാൻ റൗണ്ട് ചെയ്ത് 250 mm എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, അപ്പം എഫക്റ്റീവ് ഡെപ്ത് D = 250 mm ഇവിടെ കിട്ടി. ഓക്കെ, അതായത് നമ്മൾ നോർമലി സ്ലാബിൽ ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പം ബീമിൽ നമ്മൾ L/10 to L/15 എടുക്കുന്ന പോലെ 1 വേ സ്ലാബിൽ നമ്മൾ L/25 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതേപോലെ ഇവിടെയും നമുക്ക് L/25 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ D = 250 mm എന്നുള്ളത് കിട്ടും. അസ്യൂം എഫക്റ്റീവ് കവർ = 30 mm. ഇനി നമുക്കിവിടെ കവർ അസ്യൂം ചെയ്യണം ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഫക്റ്റീവ് കവർ എന്നുള്ളത് ഞാൻ 30 mm അസ്യൂം ചെയ്യണം. കാരണം ബീമിലെ പോലെ നമുക്കിവിടെ സ്റ്റിയർപ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നോമിനൽ കവർ 20 mm ഞാൻ അസ്യൂം ചെയ്യാണ്. ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയ ഏകദേശം ഞാൻ 20 എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. 20 നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ലെങ്കിലും കവർ കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ 20 കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പോൾ 20ൻ്റെ ഹാഫ് എന്ന് പറയുന്ന 10 ആണ്. ഓക്കെ, അപ്പോൾ നോമിനൽ കവർ പ്ലസ് ഇവിടെ സ്റ്റിയർപ്പില്ല, മെയിൻ ബാറാണ് പിന്നെ വരുന്നത്. മെയിൻ ബാറിൻ്റെ ഹാഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന്. അപ്പം ബോട്ടത്തിൽ നിന്ന് നോമിനൽ കവർ 20 പ്ലസ് 20 mm ബാർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 20ൻ്റെ ഹാഫ് 10. അപ്പോൾ 20 പ്ലസ് 10 30 mm എഫക്റ്റീവ് കവർ വരും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ബീമിൽ എഫക്റ്റീവ് കവർ 50 mm അസ്യൂം ചെയ്യുന്നത് പോലെ തന്നെ ഡയറക്റ്റ് 30 mm എന്നുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എഴുതണമെന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നതേ ഉള്ളൂ. അപ്പോൾ തിക്നെസ് ഓഫ് വെയ്റ്റ് സ്ലാബ് ഓർ ഓവറോൾ ഡെപ്ത് D = 250 + 30. ഓക്കെ, അപ്പം എഫക്റ്റീവ് ഡെപ്ത് 250യും അതിൻ്റെ എഫക്റ്റീവ് കവർ 30യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 280 mm എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഓവറോൾ ഡെപ്ത് വെയ്റ്റ് സ്ലാബിൻ്റെ നമുക്ക് കിട്ടി. ഇത് തന്നെയാണ് ലാൻഡിങ് സ്ലാബിൻ്റെയും തിക്നെസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ലോഡ് കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, നോർമലി നമ്മൾ സ്ലാബിലൊക്കെ ചെയ്യുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ലോഡ് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാം. ലോഡ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യണം. ഒന്ന് ഫ്ലൈറ്റും ഒന്ന് ലാൻഡിങ് സ്ലാബ് എന്നുള്ള രീതിയിൽ. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ഒരേ ലോഡല്ല വരുന്നത്. ഫ്ലൈറ്റിലും ലാൻഡിങ് സ്ലാബിലും ഒരു സ്പാനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ലോഡ് സെയിം അല്ല. നമ്മളിതുവരെ സ്ലാബിലായാലും ബീമിലായാലും എല്ലാം ചെയ്തത് സെയിം ലോഡ് വരുന്നതായിരുന്നു. ഓക്കെ, അതായത് ഫുൾ സ്പാനിൽ UDL വരുന്ന ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. അതായത് സെയിം മാഗ്നിറ്റ്യൂഡുള്ള UDL വരുന്ന പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, എന്നാൽ ഇവിടെ സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വരുന്ന ലോഡും അതുപോലെ തന്നെ ലാൻഡിങ് സ്ലാബിൽ വരുന്ന ലോഡും ഡിഫറെൻ്റ് ആണ്. കാരണം ഫ്ലൈറ്റ് പോർഷനിൽ എന്തൊക്കെയുണ്ട്, അവിടെ വെയ്റ്റ് സ്ലാബ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം വെയ്റ്റ് സ്ലാബ് ഉണ്ട്, 280 mm തിക്കുള്ള വെയ്റ്റ് സ്ലാബ് ഉണ്ട്. അതിൻ്റെ മേലെ സ്റ്റെപ്പും വരും ഫ്ലൈറ്റ് പോർഷനിൽ. ഓക്കെ, വെയ്റ്റ് സ്ലാബിൻ്റെ മേലെ സ്റ്റെപ്പും വരും. അപ്പോൾ ഇവിടെ ഡെഡ് ലോഡ് എടുക്കുന്ന സമയത്ത് ആ വെയ്റ്റ് സ്ലാബിൻ്റെ വെയ്റ്റും വരും, അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ വെയ്റ്റും വരും. ഓക്കെ, അതേപോലെ ലാൻഡിങ് സ്ലാബിൻ്റെ കേസിലേക്ക് പോയാൽ അവിടെ സ്റ്റെപ്സ് ഇല്ല, വെറും സ്ലാബ് മാത്രമാണ്. അപ്പോൾ അവിടെ സ്ലാബിൻ്റെ വെയ്റ്റ് മാത്രമേ വരുള്ളൂ ഡെഡ് ലോഡായിട്ട്.
ഓക്കെ, അപ്പം നമ്മൾ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ ലാൻഡിങ് സ്ലാബിന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലൈവ് ലോഡ് ഓവർ ക്രൗഡിങ് വരുന്നതുകൊണ്ട് രണ്ട് കേസിലും 5 kN/m² എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ കേസ് എടുക്കാം. കേസ് എ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞെടുത്തു. ആദ്യം ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആദ്യം നമുക്ക് വെയ്റ്റ് സ്ലാബിൻ്റെ വെയിറ്റ് എടുക്കാം. വെയ്റ്റ് സ്ലാബ്, ഓക്കെ, വെയിറ്റ് ഓഫ് വെയ്റ്റ് സ്ലാബ് പെർ മീറ്റർ ലെങ്ത് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 25D × √r² + t² / t എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 25D എന്ന് പറയുന്നത് 280 mm ആണ്. എല്ലാം ഒരേ യൂണിറ്റിൽ കൊടുക്കുക. ഓക്കെ, കാരണം ഇവിടെ 25 എന്ന് പറയുന്നത് 25 kN/m³ ആണ്. അപ്പോൾ അത് മീറ്ററിലാണ് ഡയമെൻഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിയും ആറും ടി ഒക്കെ ഞാൻ മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 25 × d എന്ന് പറയുന്ന 280 mm എന്നുള്ളത് 0.28 മീറ്റർ ഇൻറ്റു √r എന്ന് പറയുന്ന 0.15 മീറ്റർ ആണ്. അപ്പം 0.15² പ്ലസ് സ്ട്രെഡ് എന്ന് പറയുന്നത് 300 mm, ദാറ്റ് ഈസ് 0.3 മീറ്റർ. അപ്പം 0.3² വരും, ഡിവൈഡ് ബൈ 0.3 ചെയ്ത് കഴിഞ്ഞാൽ 7.826 kN/m എന്ന് കിട്ടും. അപ്പോൾ ഫ്ലൈറ്റിലെ വെയ്റ്റ് സ്ലാബിൻ്റെ ഡെഡ് ലോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ സ്റ്റെപ്പിൻ്റെ ഡെഡ് ലോഡും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് വൺ വെയിറ്റ് ഓഫ് സ്റ്റെപ്പ് പെർ മീറ്റർ ലെങ്ത്. അപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 25r/2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 25 × r എന്ന് പറയുന്ന 0.15 ആണ്. ഓക്കെ, 25 × 0.15/2 ദാറ്റ് ഈസ് 1.875 kN/m എന്ന് കിട്ടി. അപ്പം സ്റ്റെപ്പിൻ്റെ വെയിറ്റും നമുക്ക് കിട്ടി. അപ്പോൾ ഫ്ലൈറ്റിൽ വരുന്ന ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് വേസ്റ്റ് സ്ലാബിൻ്റെ ഓൺ വെയ്റ്റും അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ഓൺ വെയ്റ്റുമാണ്. അപ്പോൾ 7.826 + 1.875 ദാറ്റ് ഈസ് 9.701 kN/m എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് ഫ്ലൈറ്റിൽ നമുക്ക് കിട്ടി. ലൈവ് ലോഡ് എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ് വരുന്നത് കൊണ്ട് 5 kN/m എന്നുള്ളതാണ്. ഓക്കെ, 5 kN/m² തന്നു. അപ്പോൾ നമ്മളത് മീറ്റർ ലെങ്ത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് 5 kN/m² × 1, അതായത് 1 മീറ്റർ എന്ന് പറയുമ്പോൾ 5 kN/m ആണ്. അപ്പോൾ രണ്ടും മീറ്റർ സ്ക്വയറിലും പെർ മീറ്ററിലും സെയിം തന്നെയാണ്. 5 kN/m ലൈവ് ലോഡ് നമുക്കിവിടെ എടുക്കാം. ടോട്ടൽ ഡെഡ് ലോഡ് 9.701 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 9.701 + 5 ദാറ്റ് ഈസ് 14.701 kN/m എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നതായതുകൊണ്ട് ഫാക്ടർ ചെയ്യണം. അപ്പോൾ ഫാക്ടേർഡ് ലോഡ് ഈസ് ഈക്വൽ ടു 1.5 × 14.701 ദാറ്റ് ഈസ് 22.05 kN/m എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാക്ടേർഡ് ലോഡായി ഇവിടെ വരുന്ന ഫ്ലൈറ്റിൽ വരുന്ന. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റെപ്പിൻ്റെ വെയ്റ്റും വെയ്റ്റ് സ്ലാബിൻ്റെ വെയ്റ്റൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ആ ഫ്ലൈറ്റിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് 14.701 kN/m ആയിരുന്നു. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മളതിനെ ഫാക്ടർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 22.05 kN/m എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ലാൻഡിങ്ങിൻ്റെ വെയിറ്റ് എടുക്കാം. ഓക്കെ, ലാൻഡിങ്ങിൻ്റെ ഡിസൈൻ ലോഡ് എത്രയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാൻഡിങ്ങിൽ വരുന്ന ഡെഡ് ലോഡ് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ ലാൻഡിങ് സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 280 mm ആണ് അല്ലേ. അപ്പം 0.28 മീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കാം. ഇൻറ്റു 1 × 25 kN/m³ കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ്, അതിൻ്റെ തിക്നെസ് ഇൻറ്റു 1 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 0.28 × 1 × 25 എന്നുള്ളതാണ്. അപ്പം 7 kN/m എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, നമ്മൾ നോർമലി സ്ലാബിൽ ചെയ്യുന്നത് പോലെ തന്നെ തിക്നെസ് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ചെയ്യും അല്ലേ. ഇപ്പം പെർ മീറ്ററിൽ കിട്ടേണ്ടതുകൊണ്ട് kN/m കിട്ടുന്നതുകൊണ്ട് ഇൻറ്റു 1 എന്നും കൂടി ചെയ്തു. ഓക്കെ, 1 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഡെഡ് ലോഡ് 0.28 × 25 × 1 7 kN/m കിട്ടും. ലൈവ് ലോഡ് 5 kN/m ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 12 kN/m. അപ്പം വേറെ ലോഡുകളൊന്നും ഇല്ലല്ലോ അവിടെ, സ്ലാബിൻ്റെ ലോഡ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഓക്കെ, ഫ്ലൈറ്റിലാണെങ്കിൽ ആ സ്ലാബിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 12 kN/m ആണ്. അപ്പോൾ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് 1.5 × 12 ദാറ്റ് ഈസ് 18 kN/m എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെയും ടോട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേർഡ് ലോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫാക്ടേർഡ് ലോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, നമ്മൾ മുന്നേ ചെയ്ത ബീമായാലും അതുപോലെ തന്നെ സ്ലാബിൻ്റെ കേസൊക്കെ ആയാലും ഫുൾ സ്പാനിൽ സെയിം മാഗ്നിറ്റ്യൂഡുള്ള UDL വരുന്നത് കൊണ്ട് നമുക്ക് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ളത് WU_L² / 8 എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് ലോഡിങ് ഡിഫറെൻ്റ് അല്ലേ ആ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അവിടെ ലാൻഡിങ്ങിൻ്റെ എൻഡിലേക്ക് വരുന്ന വോളിലേക്കാണ്. ഓക്കെ, അപ്പം ഇതിൽ ആ ലാൻഡിങ്ങിൻ്റെ പോർഷനിൽ വരുന്ന ലോഡ് ഡിഫറെൻ്റ് ആണ്, ഫ്ലൈറ്റിൽ വരുന്ന ലോഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാൻഡിങ് പോർഷനിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് 18 kN/m ആണ്. ഫ്ലൈറ്റിൻ്റെ പോർഷനിൽ വരുന്ന 22.05 kN/m എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഇക്വേഷൻ WL²/8 എന്ന് പറയുന്നത് പോലെയുള്ള ഇക്വേഷൻ ഇല്ല നമുക്ക്. അപ്പോൾ നോർമലി നമ്മൾ MOSൽ പഠിച്ചതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ കണ്ടുപിടിച്ചിട്ട് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ലോഡിങ് ഡയഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 6.23 എന്നുള്ളതാണ്. ഓക്കെ, 6.23 മീറ്ററിലെ ഡ്രോയിങ് ഞാൻ വരച്ചു. സ്പാൻ 6.23 മീറ്ററാണ്. അതിൻ്റെ നടുക്ക് 3.3 എന്ന് പറയുന്ന ആ സ്റ്റെപ്പും വേസ്റ്റ് സ്ലാബും കൂടി വരുന്ന ലോഡ് ഉൾപ്പെടെയുള്ള ആ ഒരു പോർഷൻ വരും. അതിനുശേഷം റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് 6.23 - 3.3 / 2 ആണ്. ഓക്കെ, നമ്മൾ വോളിൻ്റെ എൻഡ് വരെയാണെങ്കിൽ, എൻഡ് മീൻസ് ആ വോള് കൂട്ടാതെയുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ 6 മീറ്റർ ആയിരുന്നു. അപ്പോൾ 3.3 കഴിച്ച് കഴിഞ്ഞാൽ 1.35 ആയിരുന്നു രണ്ട് സൈഡിലും വരിക ലാൻഡിങ്ങിൻ്റെ ആ ഡിസ്റ്റൻസ് വരിക. എന്നാൽ ഇതിൽ എഫക്റ്റീവ് സ്പാൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ലോഡിങ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ചെയ്യുമ്പോൾ WL² / 8 ചെയ്യുമ്പോൾ അവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ആണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ എഫക്റ്റീവ് സ്പാൻ കൺസിഡർ ചെയ്താൽ 6.23 ആണ് വരുന്നത്. അതായത് ആ സപ്പോർട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത്. അപ്പോൾ 3.3 മിഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി 6.23 - 3.3/2 1.465 മീറ്ററാണ് രണ്ട് സൈഡിലും വരിക. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1.465 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന ലോഡ്, അതായത് ലാൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്നത്, ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് 18 kN/m ആണ്. ഫ്ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 22.05 kN/m ആണ് ഫാക്ടേർഡ് ലോഡ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ എൻഡിൽ ലാൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് 18 kN/m എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, റിയാക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി അറ്റ് ദ സെൻറ്റർ. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ, ദാറ്റ് ഈസ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുത്ത് പോകണോ? വേണ്ട കാര്യമില്ല അല്ലേ, കാരണം ടോട്ടൽ ലോഡ് /2 ചെയ്താൽ മതി. ഓക്കെ, രണ്ട് സൈഡിലും വരുന്ന റിയാക്ഷൻ VAയും VBയും നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം സിമെട്രിക്കൽ അല്ലാത്ത കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുത്തിട്ട് ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് A അല്ലെങ്കിൽ B എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ടോട്ടൽ ലോഡ് /2 എടുത്താൽ മതി. ഓക്കെ, അതായത് ഇപ്പം ഒരു ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ ഓക്കെ, അവിടെ ഇപ്പോൾ 10 kN/m ആണ് UDLൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ 5 ആണ് അവിടുത്തെ സ്പാൻ എങ്കിൽ ഓക്കെ 5 × 10 എന്നുള്ളതായിരിക്കും അവിടുത്തെ പോയിൻ്റ് ലോഡ് അല്ലേ. ആ പോയിൻ്റ് ലോഡിനെ /2 ചെയ്തതായിട്ട് റിയാക്ഷൻ. അപ്പോൾ 10 × 5 50 ആണെങ്കിൽ 25 kN ആയിരിക്കും റിയാക്ഷൻ. കാരണം റിയാക്ഷൻ kN ഓക്കെ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ടോട്ടൽ ലോഡാക്കി മാറ്റുക. ഓക്കെ, അതായത് പോയിൻ്റ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടോട്ടൽ ലോഡിന് ഇവിടെയുള്ള ലോഡിനെ ടോട്ടൽ പോയിൻ്റ് ലോഡാക്കി മാറ്റുക. /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും വരുന്ന റിയാക്ഷൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി. ഇപ്പോൾ VA = VB = ടോട്ടൽ ലോഡ് നമുക്ക് നോക്കാം. പോയിൻ്റ് ലോഡാക്കി മാറ്റുമ്പോൾ 18 × 1.465 വരും. ഓക്കെ, അപ്പോൾ 18 kN ലെഫ്റ്റ് സൈഡിലുള്ള ആ ലോഡിനെ പോയിൻ്റ് ലോഡാക്കി മാറ്റിയാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ളതാണ് അല്ലേ. kN/m ഇൻറ്റു മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് kN മാറും. അപ്പോൾ 18 kN/m ഇൻറ്റു 1.465. അതേപോലെ 3.3 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് 22.05 kN/m എന്നുള്ളതാണ്. അപ്പോൾ 22.05 ഇൻറ്റു 3.3 ചെയ്ത് കഴിഞ്ഞാൽ 22.05 kN/m എന്നുള്ള ലോഡ് പോയിൻ്റ് ലോഡായി മാറി. ഓക്കെ, അതേപോലെ 18 × 1.465 ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ആ ലാൻഡിങ് സ്ലാബിൻ്റെ ലോഡും പോയിൻ്റ് ലോഡായി മാറി.
ഓക്കെ, അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ ടോട്ടൽ ലോഡായി, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ റിയാക്ഷനുമായി. ഓക്കെ, ദാറ്റ് ഈസ് വി എ ഇസ് ഈക്വൽ ടു വി ബി. അതായത് സിമെട്രിക്കൽ ആയതുകൊണ്ട് വി എയും വി ബി സെയിം ആണ്. ടോട്ടൽ ലോഡ് 18 ഇൻറ്റു 1.465 പ്ലസ് 22.05 ഇൻറ്റു 3.3 പ്ലസ് 18 ഇൻറ്റു 1.465 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എ ഇസ് ഈക്വൽ ടു വി ബി ഇസ് ഈക്വൽ ടു 62.75 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് 6.23ൻ്റെ ഹാഫാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആ 3.3 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ ഹാഫിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ, അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 1.465 പ്ലസ് 3.3/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ആ പോയിൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് 1.465 പ്ലസ് 3.3ൻ്റെ ഹാഫിൽ. ഓക്കെ, അപ്പം ഈ 22.05 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ സെൻറ്ററിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. അപ്പോൾ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കണ്ടുപിടിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം വി എ ഇൻറ്റു, അതായത് ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ ബെൻഡിങ് മൊമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ആ പോയിൻറ്റിന് ലെഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്നോ ഉള്ള ടോട്ടൽ ഫോഴ്സിൻ്റെ മൊമെൻറ്റ്സിൻ്റെ സമ്മാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വേണ്ടുന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വി എ ഉണ്ട്, പിന്നെ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന ലോഡുണ്ട്, പിന്നെ 22.05 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ലോഡിൻ്റെയും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന പോയിൻറ്റിലേക്കുള്ള മൊമെൻറ്റ് എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യാം. അതാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ, അപ്പം വി എ ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 1.465 പ്ലസ് 3.3/2 അല്ലേ? ആ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസുമായിട്ട് ആ ലോഡിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ വി എ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വി എ ഇൻറ്റു 1.465 പ്ലസ് 3.3/2. ഓക്കെ, അപ്പം വി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെൻറ്ററിലേക്കുള്ള മൊമെൻ്റായി. ഓക്കെ, ഇനി 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ അതിനെ ആദ്യം പോയിൻ്റ് ലോഡാക്കി മാറ്റുക. അപ്പോൾ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു 1.465. ഓക്കെ, അത് പോയിൻ്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? 1.465ൻ്റെ സെൻറ്ററിലായിരിക്കും. ഓക്കെ, ഇനി ആ ലോഡ് ആക്ട് ചെയ്യുന്ന, ആ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിൻ്റിൽ നിന്ന്, അതായത് 1.465ൻ്റെ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തുള്ള 3.3ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ലോഡ് 18 ഇൻറ്റു 1.465 ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കണം. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് 1.465ൻ്റെ ഹാഫിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം തൊട്ടടുത്ത പോയിൻറ്റിലേക്കുള്ള ഓക്കെ, അതായത് ഈ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ലോഡ് അവസാനിക്കുന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.465/2 എന്നുള്ളതായിരിക്കും, പ്ലസ് 3.3/2. ഓക്കെ, അപ്പോൾ 18 ഇൻറ്റു 1.465 എന്ന് പറയുമ്പോൾ അത് പോയിൻ്റ് ലോഡായി മാറി. അത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.465ൻ്റെ ഹാഫ്. ഓക്കെ, പ്ലസ് 3.3/2. ഓക്കെ ആണോ? നമുക്ക് ജസ്റ്റ് എഴുതാം. വി എ ഇൻറ്റു 6.23/2. ഓക്കെ, 6.23/2 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്താം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി എ ഇൻറ്റു 1.465 പ്ലസ് 3.3/2 എന്ന് എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ വി എ ഇൻറ്റു 6.23/2 ഓർ വി എ ഇൻറ്റു 1.465 പ്ലസ് 3.3/2. ഇനി -18 ഇൻറ്റു, ഓക്കെ, മൈനസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അറിയാലോ, സൈൻ കൺവെൻഷനാണ്. ഇപ്പം വി എ എന്നുള്ളത് മേലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മേലോട്ട് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ് ആണ് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന പോയിന്റ് റൈറ്റ് സൈഡിലുള്ളത്, എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ മേലോട്ട് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയഗ്രം എടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് മേലോട്ട് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ്, അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരിക. അപ്പം വി എ ഇൻറ്റു 1.465 പ്ലസ് 3.3/2 അല്ലെങ്കിൽ വി എ ഇൻറ്റു 6.23/2
ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ്സിൽ വരും. അതിനുശേഷം 18 എന്ന് പറയുന്ന താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, താഴോട്ട് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ് ആണ്. താഴോട്ട് ആക്ട് ചെയ്ത് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായി, അതുകൊണ്ട് മൈനസ്. ഓക്കെ, അപ്പോൾ -18 × 1.465 എന്ന് പറയുന്നത് പോയിന്റ് ലോഡായി മാറി. പിന്നെ ഇവിടുന്ന് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1.465/2 എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയി. ഓക്കെ, പ്ലസ് 3.3/2. ഓക്കെ, അതിനുശേഷം ഇനിയുള്ളത് 22.05 kN/m എന്ന് പറയുന്ന ലോഡുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 22.05 ഓക്കെ ആ ലോഡ് എടുക്കാം. അപ്പോൾ 22.05 × 3.3/2. ഓക്കെ, കാരണം ഈ മൊമെൻ്റ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ സെൻറ്റർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3.3ൻ്റെ ഹാഫ് ആണ്. അപ്പോൾ 22.05 എന്നുള്ള ലോഡിനെ നമുക്ക് പോയിന്റ് ലോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ 22.05 × 3.3/2 ഓക്കെ പോയിന്റ് ലോഡായി മാറി. അപ്പോൾ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഇതിൻ്റെ സെൻട്രലായിരിക്കും. ഓക്കെ, അപ്പോൾ 3.3ൻ്റെ ഹാഫിലാണ് ഈ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 22.05 × 3.3/2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 3.3/2ൻ്റെ ഹാഫിലായിരിക്കും. ഓക്കെ, 3.3/2ൻ്റെ ഹാഫിൽ, മനസ്സിലായോ? അതായത് 3.3/4 ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3.3/2 ചെയ്യുമ്പോൾ അത് പോയിന്റ് ലോഡായി മാറി ഇൻറ്റു, അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3.3/2 ആണ് ഇവിടം തൊട്ട്, അതായത് ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.3/2 എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഹാഫിലാണല്ലോ. ഓക്കെ, അപ്പോൾ 3.3/2 × 1/2 അതിൻ്റെ ഹാഫിലാണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ 3.3/4 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം പോയിന്റ് ലോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ 22.05 × 3.3/2 × 3.3/4 അതായിരിക്കും ഈ 22.05 എന്ന് പറയുന്ന UDL കാരണം ഈ സെൻട്രൽ പോയിന്റിലേക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന പോയിന്റിലേക്കുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ 22.05 × 3.3/2 എന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡായി മാറി. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3.3/4 എന്നുള്ളതാണ്, അല്ലെങ്കിൽ 3.3/2 × 1/2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ MU എഴുതാം, അതായത് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് MU = VA × 6.23/2 -18 × 1.465 × 1.465/2 + 3.3/2 -22.05. മൈനസ് തന്നെയാണ് വരിക അല്ലേ? മൈനസ് വരാൻ കാരണം താഴോട്ട് ആക്ട് ചെയ്തിട്ട് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ -22.05 × 3.3/2 × 3.3/2ൻ്റെ ഹാഫ്. ഓക്കെ, അതായത് 3.3/4 എന്നും നമുക്ക് പറയാം. ഓക്കെ, അതായത് 3.3/2 × 1/2 × 3.3/2. അപ്പോൾ MU എന്ന് പറയുന്നത് 195.466. അത് VAൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതുണ്ട് അല്ലേ? 62.75 kN എന്നുള്ളതാണ്. അപ്പോൾ 62.75 × 6.23/2 എന്ന് പറയുമ്പോൾ അത് 195.466 ആണ്. -62.826 -30.015 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ MU ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് MU = 102.625 kN. ഓക്കെ, അപ്പോൾ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് MU ലിമിറ്റ് കമ്പയർ ചെയ്യുക. അതായത് എഫക്റ്റീവ് ഡെപ്ത്ത്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന എഫക്റ്റീവ് ഡെപ്ത്ത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത്ത്. സ്റ്റെപ്പ് 6 ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത്ത്, കമ്പയർ MU ആൻഡ് MU ലിമിറ്റ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത് MU ലിമിറ്റ് കമ്പയർ ചെയ്യുകയാണ്. MU ഷുഡ് ബി ലെസ് ദാൻ MU ലിമിറ്റ് ആയിരിക്കണം. ഇൻ കേസ് MU ഗ്രേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത്ത് ഉണ്ടല്ലോ, അതായത് ഓവറോൾ ഡെപ്ത്ത് നമ്മളിവിടെ 280 എടുത്തിരിക്കുന്നത്, എഫക്റ്റീവ് ഡെപ്ത്ത് 250 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡെപ്ത്ത് ഓക്കെ അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, 250-നേക്കാളും കൂടുതൽ എഫക്റ്റീവ് ഡെപ്ത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. MU ലെസ് ദാൻ MU ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ, MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MU ലിമിറ്റ് ലെസ് ദാൻ MU വന്നു കഴിഞ്ഞാൽ
കൂടുതൽ ഡെപ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു കൺക്ലൂഷനാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡെപ്ത് കൊടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ MU ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് FE415 ഗ്രേഡ് സ്റ്റീൽ ആയതുകൊണ്ട് 0.138 FCK BD² ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രേഡിനനുസരിച്ചിട്ട് MU ലിമിറ്റിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ച് വെക്കണം. അപ്പോൾ 0.138 FCK BD² FE415 ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.138 ഇൻറ്റു FCK20. B എന്ന് പറയുന്നത് സ്ലാബിൽ എടുക്കുന്ന പോലെ തന്നെ 1 മീറ്റർ ആണ്, അതായത് 1000 mm ആണ്. 1000 ഇൻറ്റു 250 സ്ക്വയർ. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 172.50 kN എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് MU ലെസ് ദാൻ MU ലിമിറ്റ് ആണ്. ഓക്കെ, MU ലെസ് ദാൻ MU ലിമിറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഡെപ്ത് ഓക്കെ ആണെന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 7. ഇനി MU ലെസ് ദാൻ MU ലിമിറ്റ് ആണ്, എല്ലാ ചെക്കും കഴിഞ്ഞു. ഇനി ആ ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 7 എന്ന് പറയുന്ന ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. സ്ലാബിൻ്റെ കേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ MU ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫോമുല തന്നെയാണ് 0.87 FI AST into D into 1 minus AST FY divided by BD FCK. അപ്പോൾ MU 102.625 into 10⁶ ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്തു ഇൻറ്റു 0.87 ഇൻറ്റു 415 ഇൻറ്റു AST ഇൻറ്റു D എന്ന് പറയുന്ന 250 ഇൻറ്റു 1 മൈനസ് 415 ഇൻറ്റു AST ഡിവൈഡ് ബൈ B 1000 D 250 FCK 20. അപ്പോൾ സോൾവ് ചെയ്യുക, നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST ഈസ് ഈക്വൽ ടു 1271 mm² എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ AST നമുക്ക് കിട്ടി. ഇനി അതെന്ത് ചെയ്യണം, മിനിമം AST ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മിനിമം AST ചെക്ക് ഫോർ മിനിമം AST. അപ്പോൾ AST മിനിമം എന്ന് പറയുന്നത് സ്ലാബിൻ്റെ കേസിൽ FE415 അതായത് HYSD ബാസ് വരുന്ന സമയത്ത് 0.12% ഓഫ് BD ആണ്. അപ്പോൾ AST മിനിമം ഈസ് ഈക്വൽ ടു 0.12% ഓഫ് BD, ദാറ്റ് ഈസ് 0.12/100 ഇൻറ്റു 1000 ഇൻറ്റു 280. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 336 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ AST റിക്വയർഡ് അതായത് 1271 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ AST മിനിമം ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെയാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന AST. ഓക്കെ, ഇനി മിനിമം വാല്യൂ നമുക്ക് റിക്വയർഡിനേക്കാളും ഗ്രേറ്റർ വരികയാണെങ്കിൽ നമ്മളവിടെ AST എന്ന് പറയുന്നത് മിനിമം AST വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിനനുസരിച്ച് മിനിമം ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെയാണ്, AST റിക്വയർഡ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം. ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു ബാറിൻ്റെ ഡയ അസ്യൂം ചെയ്ത് സ്പേസിങ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഒരു 1000-1000 മേലെ അല്ലെങ്കിൽ 1000 ചേർന്നിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു 16 mm ഡയമീറ്റർ ബാർ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഏകദേശം സ്പേസിംഗ് ഒക്കെ ഓക്കെ ആയിരിക്കും. ഇൻ കേസ് ഒരു 800 അല്ലെങ്കിൽ ഒരു 700 ഒക്കെ ആണെങ്കിൽ 16 നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഇൻ കേസ് അതിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യാം. ഒരു 500, 450, 600 ഒക്കെ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഒരു 12 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യാം. അപ്പോൾ സ്പേസിങ് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 500 mm² ഒക്കെ വരുന്ന സ്ഥാനത്ത് 20 mm ബാറോ അല്ലെങ്കിൽ 16 ഒന്നും കൊടുക്കേണ്ട, കാരണം സ്പേസിങ് വളരെ കൂടുതൽ വരും. അതുപോലെ ഒരു 300, 350 ഒക്കെ റേഞ്ച് വരുമ്പോൾ നിങ്ങൾക്ക് 8 mm അസ്യൂം ചെയ്യാം. ഓക്കെ, 500-നേക്കാളും താഴെയൊക്കെ വരികയാണെങ്കിൽ 10 mm അസ്യൂം ചെയ്യാം. അപ്പോൾ ആ വരുന്ന ഏരിയ എത്രയാണ് റിക്വയർഡ് ആയിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയമീറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്പേസിങ് ഏകദേശം ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1271 mm² ഏരിയ ആയതുകൊണ്ട് ഞാൻ 16 mm എന്നുള്ള ബാർ അസ്യൂം ചെയ്യാണ്. അപ്പോൾ അസ്യൂം 16 mm ഡയമീറ്റർ ബാസ്. അപ്പോൾ സ്പേസിംഗ് എന്നുള്ളത് സ്ലാബിൻ്റെ സ്പേസിങ്ങിൻ്റെ ഇക്വേഷൻ 1000 AS/AST. അപ്പോൾ 1000 ഇൻറ്റു AS എന്ന് പറയുന്നത് 16 mm ഡയമീറ്റർ ബാറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ പൈ ഇൻറ്റു 16² ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ AST 1271. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 158.19 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ട് ഞാൻ 150 mm എന്നുള്ളത് എടുക്കുകയാണ് സ്പേസിങ്. ഇനി സ്പേസിങ്ങിൻ്റെ ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ സ്പേസിങ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ മിനിമം ഓഫ് ദ ഫോളോയിങ്. സ്പേസിംഗ് എന്ന് പറയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന മിനിമം വാല്യൂ ഇതിലേതാണോ ചെറുത് അതിനേക്കാൾ സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പ്രകാരമുള്ള 150 mm, രണ്ടാമത്തത് 3D. ഓക്കെ, 3 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ 3 ഇൻറ്റു 250 750 mm വരും. മൂന്നാമത്തത് 300 mm. അപ്പോൾ ഇതിൽ ഏറ്റവും
ചെറുത് 150 mm ആണ്. അപ്പോൾ 150 mm സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. Therefore provide 16 mm dia bars at 150 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അപ്പം മെയിൻ ബാസ് ആയിട്ട് 16 mm ബാറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പേസിങ് 150 mm സ്പേസിങ്. ഓക്കെ, അപ്പോൾ AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ 1000 × pi × 16² / 4 1000 AS by സ്പേസിങ്, അതാണ് AST പ്രൊവൈഡഡ്. അപ്പോൾ 1000 × pi × 16² / 4 / സ്പേസിങ് 150, ദാറ്റ് ഈസ് ഈക്വൽ ടു 1340.4 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 8 ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ മെയിൻ സ്റ്റീലിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക മിനിമം ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് AST = 0.12% BD, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. 336 mm² എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം 336 ആയതുകൊണ്ട് ഞാനിവിടെ 16 mm ബാറൊന്നും അസ്യൂം ചെയ്യുന്നില്ല. 336 ആണല്ലോ ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 mm അസ്യൂം ചെയ്താൽ മതി ഇങ്ങനെ വരുന്ന കേസിലൊക്കെ. അപ്പോൾ ഞാൻ 8 mm അസ്യൂം ചെയ്തു. അസ്യൂം 8 mm ഡയാബാസ്. അപ്പോൾ സ്പേസിങ് ഈസ് ഈക്വൽ ടു, ഓക്കെ, 10 നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. ഓക്കെ, സ്പേസിങ് ഏതും അസ്യൂം ചെയ്യാം, അതിനനുസരിച്ചുള്ള സ്പേസിങ് ആയിരിക്കും കിട്ടുക. അപ്പോൾ വല്ലാതെ സ്പേസിങ് കൂടുതലാവാതിരിക്കാനാണ് ഞാൻ ബാറിൻ്റെ ഡയ കുറച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്പേസിങ് ഈസ് ഈക്വൽ ടു 1000 AS by AST, ദാറ്റ് ഈസ് 1000 × pi × 8² / 4 / 336. അപ്പോൾ 149.5 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനെ റൗണ്ട് ചെയ്ത് 140 mm സ്പേസിങ് ആക്കി. ഓക്കെ, സ്പേസിങ് എപ്പോഴും കുറച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെക്ക് ചെയ്യാണ് സ്പേസിങ്ങിൻ്റെത്. അപ്പോൾ സ്പേസിങ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ മിനിമം ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ആദ്യത്തത് 140 mm, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയതുകൊണ്ട് 5D ആണ്. ഓക്കെ, 5 × 250, ദാറ്റ് ഈസ് 1250. മൂന്നാമത്തത് 450 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറുത് 140 mm ആണ്. Therefore provide 8 mm dia bars at 140 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ AST പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ 1000 × pi × 8² / 4 / 140, ദാറ്റ് ഈസ് 359.039 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് വരുന്നതെന്നുള്ളത്. ഓക്കെ, ചെക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. സ്റ്റെപ്പ് 9 ഡെവലപ്മെൻറ്റ് ലെങ്ത്ത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ LD = 0.87 FI × 5 / 4 tau BD. ഓക്കെ, പേജ് നമ്പർ 42 ഉള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് 0.87 × FI 415. 5 നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ ബാസിൻ്റെ ഡൈ ആണ്. അപ്പോൾ 16 / 4 × 1.6 × 1.2. ഓക്കെ, അതായത് HYSD ബാസ് ആയതുകൊണ്ട് 60% ഇൻക്രീസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ 1.2 ടേബിളിൽ നിന്ന് എടുത്താണ് ഇൻറ്റു 1.6 60% ഇൻക്രീസ് ചെയ്തു. 1.6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 752 mm. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് റൗണ്ട് ചെയ്ത് 800 mm എടുക്കാം. ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് 752 കുറയാതെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് കുറച്ച് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. 800 mm ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡിസൈൻ സമ്മറി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. തിക്നെസ് ഓഫ് വെയ്റ്റ് സ്ലാബ് ആൻഡ് ലാൻഡിംഗ് സ്ലാബ് 280 mm, റൈസ് 150 mm, ട്രെഡ് 300 mm, മെയിൻ ബാസ് ഈസ് ഈക്വൽ ടു 16 mm dia bars at 150 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഡിസ്ട്രിബ്യൂഷൻ ബാസ് 8 mm dia bars at 140 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാം. അപ്പം ഫിഗറിൽ ഞാൻ സപ്പോർട്ട് 230 mm തിക്നെസ് ഉള്ള സപ്പോർട്ടാണ്, അതായത് വോളാണ്. വോളിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് 2 സപ്പോർട്ടിലും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്സൊക്കെ മാർക്ക് ചെയ്തു. ആദ്യത്തെ 1350 mm ലാൻഡിംഗ് ആണ്. അതിനുശേഷം സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോട്ടൽ സ്റ്റെപ്പ് വരുന്ന ആ ഗോയിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3.3 മീറ്റർ, അതായത് 3300 mm ആണ്. അപ്പോൾ ഫുൾ ആ സ്റ്റെപ്സ് വരയ്ക്കാതെ ഞാനിവിടെ കണ്ടിന്യൂവേഷൻ എന്നുള്ള സിമ്പിൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അവിടെ ഞാൻ ഇട്ടു. അപ്പോൾ ടോട്ടൽ ആ 10 സ്റ്റെപ്സ് അല്ലെങ്കിൽ 11 സ്റ്റെപ്സ് അവിടെ
കൃത്യമായിട്ട് വരണം എന്നില്ല കണ്ടിന്യൂഷൻ്റെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടിന്യൂഷൻ്റെ സിമ്പിൾ ഇട്ടു. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 3300 mm ആണ് ആ ഗോയിങ്ങിൻ്റെ ലെങ്ത്ത്. അതിനുശേഷം ടോപ്പിൽ വരുന്ന ലാൻഡിങ്, ഓക്കെ, ദാറ്റ് ഈസ് 1350 mm. ഓക്കെ, അതിനുശേഷം വോൾ തിക്നെസ് 230 mm. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ വരിക. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ച റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിലൂടെയാണ് പോവുക അല്ലേ. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ ബോട്ടത്തിൽ നോക്കാം. അപ്പോൾ മെയിൻ സ്റ്റീൽ പോകുന്നത് കാണാം. സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത് ടോപ്പിലേക്ക് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം മെയിൻ സ്റ്റീൽ ആ സ്റ്റെപ്പിന് അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിന് പാരലായിട്ടായിരിക്കും. ഓക്കെ, ആ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് പോർഷനിൽ നിങ്ങൾക്ക് കാണാം. സപ്പോർട്ടിലേക്ക് വന്നപ്പോൾ അത് ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. സപ്പോർട്ടിൽ അത് ടോപ്പിലായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിലൂടെ വന്ന് അത് ആ ഫ്ലൈറ്റിലേക്ക് കയറിയ സമയത്ത് എന്തായി, ബോട്ടത്തിലേക്കായി. ഫ്ലൈറ്റിൽ നിന്ന് നെക്സ്റ്റ് ടോപ്പിലെ ലാൻഡിങ്ങിലേക്ക് വന്നപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് വീണ്ടും ടോപ്പിലേക്ക് വന്നു. ഓക്കെ, അതാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ടിൽ അതിൻ്റെ ബോട്ടത്തിലും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് ലാൻഡിങ്ങിലും. ഓക്കെ, അപ്പം ആ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ബെൻഡ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക ചെയ്യാം. ഓക്കെ, അപ്പം ബോട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടത്തിലെ ലാൻഡിങ് നോക്കിയാൽ ഓക്കെ, അത് ആ ലാൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നു. അതിനുശേഷം ടോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, കാരണം ഇവിടെ ബോട്ടത്തിൽ ടെൻഷൻ സോണായി മാറി സപ്പോർട്ടിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തു. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് LD ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ആ ബെൻഡ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 800 mm ഉണ്ടായിരിക്കും. അതിനുശേഷം കട്ട് ചെയ്ത് കളഞ്ഞു. അതേപോലെ ടോപ്പിലുള്ള ലാൻഡിങ് നോക്കിയാൽ ആ ബോട്ടത്തിൽ ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റ് വന്ന് ഈ ഫ്ലൈറ്റിലേക്ക് കയറിയ സമയത്ത് എന്ത് ചെയ്തു, ടോപ്പിലേക്കായി. ആ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 800 mm. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് റൗണ്ടായിട്ട് ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ ഞാൻ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഡ്രോയിങ് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാം. അത് ഞാനിവിടെ സ്ലാബിൻ്റെ തിക്നെസ്, അതായത് ലാൻഡിങ് സ്ലാബിൻ്റെ തിക്നെസ് 280 mm കാണിച്ചു. ഓക്കെ, അതേപോലെ വെയ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ്, വെയ്റ്റ് സ്ലാബിൻ്റെ പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അത് വെയ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് തിക്നെസ് ഓഫ് വെയ്റ്റ് സ്ലാബ് ബേസിക്കലി 280 mm. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 8 mm ഡയമീറ്റർ ബാസ് അറ്റ് 140 mm. ഓക്കെ, റൗണ്ടിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ച ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻ ബാസ്, ഓക്കെ, ഫ്ലൈറ്റിന് പാരലായിട്ട് പോകുന്ന മെയിൻ ബാസ് എന്ന് പറയുന്ന 16 mm ഡയാബാസ് അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ ആണ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ലെങ്ത് അവിടെ മാർക്ക് ചെയ്തു. റൈസ് ആൻഡ് ട്രെഡ് മാർക്ക് ചെയ്തു. ഓക്കെ, റൈസ് 150 mm, ട്രെഡ് 300 mm ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് 800 രണ്ട് സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത്തുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വാൾ തിക്നെസ് 230, ലാൻഡിങ് 1350, ഫ്ലൈറ്റിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഗോയിങ് എന്ന് പറയുന്നത് 3300 mm. അതുപോലെ നെക്സ്റ്റ് ലാൻഡിങ് 1350, അടുത്ത വാൾ തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഡ്രോയിങ്ങിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഡ്രോയിങ് വരച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രോബ്ലം എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ എടുത്ത ക്ലാസ് നിങ്ങൾ കേട്ടതിന് ശേഷം കാണാതെ ചെയ്ത് നോക്കണം. എവിടെയാണ് സ്റ്റോപ്പ് ആവുന്നതെന്ന് നോക്കണം. അതവിടെ കറക്റ്റ് ചെയ്തിട്ട് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.